Hello guys, welcome to SmartLearnCoding and Arjun Sayana. So class 1 Python course ന്റെ നാലാമത്തെ പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ആയിട്ട് ഫങ്ഷൻസിനെ കുറിച്ച്. ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഫങ്ഷൻസ് ഉണ്ട്. ഒന്ന് യൂസർ ഡിഫൈൻഡും പിന്നെ രണ്ടാമത്തെ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഫങ്ഷൻസ്, പിന്നെ രണ്ടാമതായിട്ടുള്ളത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സും പിന്നെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സും. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യുന്നത്. സോ നമുക്കിനി ക്ലാസ്സിലേക്ക് കിടക്കാം. സോ നമുക്ക് ആദ്യം ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് എ ഫങ്ഷൻ? ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഏതെങ്കിലും ഒരു ടാസ്കിന് വേണ്ടി ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, അതെല്ലാം കൂടെ ചേർത്ത് ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. ഒരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന കുറച്ച് കോഡുകളാണ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഈ ഫങ്ഷൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ നേരത്തെ ചെയ്ത പ്രിൻ്റ് ഫങ്ഷൻ അല്ലേ. പ്രിൻ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ്റെ അകത്ത് നമ്മൾ ഒരു സ്ട്രിങ് ഇട്ട് കഴിഞ്ഞാൽ ആ സ്ട്രിങ്ങിനകത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഔട്ട്പുട്ടായിട്ട് കാണിക്കും അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് ഇഷ്ടംപോലെ കോഡ് അതിൻ്റെ പിറകിലായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇഷ്ടംപോലെ കോഡ് എഴുതിയിട്ടുണ്ട്. അത് പ്രോസസ്സ് ചെയ്ത് കാണിക്കാനൊക്കെ ആയിട്ടുള്ള കോഡ് ഇഷ്ടംപോലെ അവർ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് നമ്മൾ ആ ഇഷ്ടംപോലെ ആ കോഡ് അത്രയും നമ്മളിത് എടുത്ത് ചെയ്യുന്നതിന് പകരം ആ ഒരു സിമ്പിളായിട്ടുള്ള ഒരു പ്രിൻ്റ് എന്ന ഒരു നെയിമിൽ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റി അല്ലേ. പ്രിൻ്റ് പിന്നെ സൈഡിൽ ബ്രാക്കറ്റ് ഇട്ട് നമുക്ക് അത് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ സംഭവം ഔട്ട്പുട്ടായിട്ട് കിട്ടും. നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നു. അതാണ് ഫങ്ഷൻ്റെ പ്രത്യേകത. അങ്ങനത്തെ ഇഷ്ടംപോലെ ഫങ്ഷൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരു ടൈപ്പ് അങ്ങനെ ഉള്ള ഒരു ഫങ്ഷനെയാണ് നമ്മൾ ബിൽറ്റ് ഇൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. പ്രിൻ്റ് ഫങ്ഷൻ മാത്രമല്ല, നമുക്ക് ഇഷ്ടംപോലെ ഫങ്ഷൻസ് ഉണ്ട് പൈത്തണിൽ. ബ്രാക്കറ്റ് ഇട്ട് വരുന്ന ഒരു കീവേഡ് എന്ന് പറയുന്നത് നെയിം, ഫങ്ഷൻ നമ്മൾ കൊടുക്കുന്ന നെയിം തന്നെയാണ് നമ്മൾ കീവേഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഇട്ട് ബ്രാക്കറ്റ്സ് ഇട്ട് വരുന്ന ഇഷ്ടംപോലെ ഫങ്ഷൻസ് ഉണ്ട്. സം ഉണ്ട്, ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഫങ്ഷൻ ഉണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ ഫങ്ഷൻസ് ഉണ്ട്. അങ്ങനത്തെ ഫങ്ഷൻസിന് വിളിക്കുന്ന പേരാണ് നമ്മൾ പൈത്തണിൽ നമ്മൾ നേരത്തെ അവർ ചെയ്ത് കിട്ടാന്നെങ്കിലും കുറേ ഫങ്ഷൻസിനെ നമ്മൾ വിളിക്കുന്നതാണ് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഫങ്ഷൻ പറഞ്ഞതിൽ നമുക്ക് ഫസ്റ്റ് ഫങ്ഷൻ നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫങ്ഷനാണ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു സിൻടാക്സ് പഠിക്കണം. സിൻടാക്സ് എന്ന് പറയുന്നത് DEF സ്പേസ് നെയിം ബ്രാക്കറ്റ് കോളം. ഇതാണ് നമ്മളെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫങ്ഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിൻടാക്സ് ആണ്. ഇത് വെച്ചാണ് നമ്മൾ ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ യൂസറിൻ്റെ ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ ഈ ആദ്യം പറയുന്ന DEF എന്ന് പറയുന്നതാണ് ഡിഫൈൻ ചെയ്യാനായിട്ടുള്ളത്. ഫങ്ഷൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ആ ഫങ്ഷനായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് DEF എന്ന് കൊടുത്തിരിക്കുന്നത്. അത് അതിൻ്റെ ഒരു സ്പേസ്, എന്നിട്ട് നെയിം എന്ന് പറയുന്നത് നമ്മളെ ഫങ്ഷൻ എന്താണോ പേര് വയ്ക്കുന്ന ആ പേര് അവിടെ വരുന്നത്, എന്നിട്ട് ബ്രാക്കറ്റ് ഇടണം, പിന്നെ കോളൻ. ഇത് ഇത്രയും ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മളൊരു ഫങ്ഷൻ ആവുന്നത്. എന്നിട്ട് എൻ്റർ അടിക്കുമ്പോൾ ഈ നെയിമിലെ ഈ സ്പേസിലെ ഈ സ്ഥലത്ത് താഴെയിട്ട് വന്ന് നിൽക്കണം കഴ്സർ. അപ്പോൾ കറക്റ്റാവും. എന്നാലും കറക്റ്റാവുള്ളത്. ഇവിടെ നിന്നാണ് നമ്മൾ കോഡ് എഴുതി തുടങ്ങുന്നത്. നമുക്ക് ഇഷ്ടംപോലെ കോഡ് എഴുതാൻ പറ്റും നമുക്കിതിൽ. അപ്പോൾ ഞാനിപ്പം 4 ലൈൻ കോഡ് എഴുതിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫങ്ഷൻ്റെ പേര് FUNC എന്നാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ നമുക്ക് ഇനി ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് Ctrl+S കൊടുത്ത് സേവ് ചെയ്യണം. എന്നിട്ട് റണ്ണിൽ പോയിട്ട് അവിടെ റൺ മോഡുകളുണ്ട്, അല്ലെങ്കിൽ F5 നമ്മളെ കീബോർഡ് പ്രസ് ചെയ്താൽ മതി, നമുക്ക് ഔട്ട്പുട്ട് കാണാൻ പറ്റും. അപ്പോഴത്തേക്ക് ഇതേപോലത്തെ ഒരു വിൻഡോയിൽ ഇവിടെയാണ് ഔട്ട്പുട്ട് വരുന്നത്. ഇതിലിപ്പം ഒന്നും വന്നിട്ടില്ല, കാരണം നമ്മൾ ഫങ്ഷൻ ഉണ്ടാക്കിയാൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഔട്ട്പുട്ടായിട്ട് വരാനായിട്ടുള്ള രീതിയിലൊന്നും ചെയ്തിട്ടില്ല. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ FUNC നമ്മളെ ഫങ്ഷൻ്റെ നെയിം എന്താണോ കൊടുത്ത് ആ ഫങ്ഷൻ്റെ നെയിം പിന്നെ ബ്രാക്കറ്റ് പാരാന്തസിസും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കറക്റ്റായിട്ട് ആൻസറായിട്ട് കിട്ടും. ഈ യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് വലിയ പ്രോജക്റ്റൊക്കെ ചെയ്യുമ്പോഴാണ്. അതിൽ നമ്മൾ ഒരേ സ്പെസിഫിക് ആയിട്ടുള്ള കുറേ ലൈൻസ് നമ്മൾ വീണ്ടും ഇങ്ങനെ എഴുതി സമയം കളയുന്നതിന് പകരം ഇതേപോലെ ഒരു ഫങ്ഷനിലാക്കിയിട്ട് നമുക്ക് ഈ ഒറ്റ വാക്ക് മാത്രം നമ്മൾ വീണ്ടും വരുന്ന സ്ഥലത്ത് ഉപയോഗിച്ച് കൊടുത്താൽ
സുഖമായിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അതിനായിട്ടാണ് നമ്മളിത് കൂടുതൽ ഉപയോഗിക്കുന്നത്. സോ നമുക്ക് ഇത്ര മാത്രമേ ഉള്ളൂ യൂസ് ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷനിലും ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഫംഗ്ഷനിലും പഠിക്കാനുള്ളത്. സോ ഞാൻ ഇത്രയും നേരം തന്ന ഫങ്ഷൻസ് ആയാലും എല്ലാം നമുക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ടോപ്പിക്കിൻ്റെ പേരാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഇനി അടുത്തത് പറയാൻ പോകുന്നത്. സോ അതിനു മുമ്പ് നമുക്ക് ആദ്യം ഇതുണ്ട് പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കോഡ് നമ്മൾ ഇതേപോലത്തെ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ വെച്ച് എഴുതുമ്പോൾ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യണം. എന്ന രീതിയിൽ ഓരോ കണ്ടീഷനായിട്ട് ഓരോ ലെവലിലും ആയിട്ട് പ്രോഗ്രാം ചെയ്യുന്നതിൻ്റെ രീതിയിൽ കാര്യങ്ങൾ ഫ്ലോ ചാർട്ടൊക്കെ വരച്ച് ചെയ്യാനും ഒക്കെ ഉണ്ട്. അത് ഞാൻ ഇവിടെ പറയുന്നില്ല, നമുക്ക് അങ്ങനെ ആവശ്യം വരുന്നില്ല. അത് നിങ്ങൾക്ക് വായിച്ച് നോക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ PDF ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, നിങ്ങൾക്ക് അവിടെ നിന്ന് എടുത്ത് നോക്കാം. നമുക്ക് ആദ്യം പഠിക്കേണ്ട ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചാണ്. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് 4 ടൈപ്പിലുള്ള ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, രണ്ടാമത്തത് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, മൂന്നാമത്തത് എൽഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, പിന്നെ നാലാമത്തതായിട്ട് വരുന്നത് നെസ്റ്റഡ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അങ്ങനെ 4 രീതിയിലാണ് നമുക്ക് ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നതിന് വേണ്ടി കണ്ടീഷൻസ് ഉള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുന്നത്. 4 രീതിയിൽ. ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതിൽ 2 കീവേഡ് ഉണ്ട്. ഒന്നാമത്തെ കീവേഡ് എന്ന് പറഞ്ഞാൽ ഇഫ്, രണ്ടാമത്തെ കീവേഡ് എന്ന് പറഞ്ഞാൽ എൽസ്. ഈ 2 കീവേഡ് വെച്ചാണ് നമ്മൾ കണ്ടീഷൻ തീരുമാനിക്കുന്നത് ഒരു പ്രോഗ്രാമിൽ. അതിൽ ആദ്യം ഇഫ് എന്ന കണ്ടീഷൻ ട്രൂ ആകുകയാണെങ്കിൽ, നമ്മൾ ഇഫിൻ്റെ അകത്ത് കൊടുക്കുന്ന പ്രോഗ്രാംസ് എല്ലാം കറക്റ്റായിട്ട് ട്രൂ ആകുകയാണെങ്കിൽ ആ കോഡ് എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് കാണിക്കും. അവിടുത്തെ കോഡ് ഇഫിൻ്റെ കോഡ് കറക്റ്റ് അല്ല, ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് അടുത്ത കണ്ടീഷനിലേക്ക് എൽസിലേക്ക് പോകും. അവിടെ വന്നിട്ട് പ്രോഗ്രാം എക്സിക്യൂട്ട് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരും. അതാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ പ്രോഗ്രാം ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇഫ് കണ്ടീഷൻ എന്ന അതിൻ്റെ സിൻടാക്സ് ആണ് നമ്മളിവിടെ കാണുന്നത്. ഇതാണ് ഇഫ് കണ്ടീഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കണം. നമ്മൾ എല്ലാത്തിലും നമ്മളൊരു കാര്യം പൈത്തണിൽ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മളൊരു കാര്യം പഠിക്കുമ്പം അതിന് എല്ലാത്തിനും സിൻടാക്സ് ഉണ്ട്. ആ സിൻടാക്സിൻ്റെ ബേസിസിലാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. ഇത് അറിഞ്ഞു വെച്ചിരുന്നാലേ നമ്മളെ പ്രോഗ്രാം കറക്റ്റായിട്ട് റൺ ആവും. ഇതിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാനൊരു എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ പറഞ്ഞ ഈ എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും ഇന്റർ കണക്റ്റഡ് ആണ്. അത് നമ്മൾ ഓരോ കാര്യങ്ങൾ പ്രോഗ്രാംസും പറഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോ ഇപ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്ന ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇവിടെ ഞാൻ ആദ്യം ഒരു ഏജ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ കൊടുത്തിട്ടുണ്ട്. അതിന് ഈക്വൽസ് ഇട്ടിട്ട് ഒരു ഫംഗ്ഷൻ ഇൻറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. എനിക്കിവിടെ ഇവിടെ കൊടുക്കുന്ന ഇവിടെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ എന്താണോ നമ്മൾ കൊടുക്കുന്ന അതിന് വേണ്ടിയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. അതാണെന്ന് ഇവിടെ എന്താണ് ഔട്ട്പുട്ട് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ളൊരു മുന്നറിയിപ്പിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു ഫംഗ്ഷൻ കാണിക്കുന്നത്. അത് സ്ട്രിംഗ് ആവാം, ഇൻറ്റ് ആവാം, ഫ്ലോട്ട് ആവാം, അങ്ങനത്തെ എന്താ വേണമെങ്കിലും നമുക്കിവിടെ കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ഈ ഇൻറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്താണ് നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുത്തിരിക്കുന്നത്. സോ ഈ ഇൻപുട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇൻപുട്ട് ഫംഗ്ഷനിൽ നമ്മൾ ഏതൊരു സാധനം നമ്മൾ അതിനകത്ത് സ്ട്രിങ്ങിൽ കൊടുക്കുകയാണെങ്കിൽ ഇൻപുട്ട് ഫംഗ്ഷൻ ഇവിടെയാണ് കിടക്കുന്നത്. ഇതിൻ്റെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിനകത്ത് നമ്മൾ എന്തൊരു സ്ട്രിങ്ങിൽ നമ്മൾ കാര്യങ്ങൾ കാണിച്ചാലും നമുക്ക് ഇതിൽ ഔട്ട്പുട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ ഒരു കൊടുക്കണേ എന്താണോ നമ്മളിവിടെ കൊടുക്കുന്നത് ആ സംഭവം അതേപോലെ നമുക്ക് വന്ന് നിൽക്കും. അവിടെ നിന്ന് നമുക്ക് ഇത് നമുക്ക് ഒരു വാല്യൂ എന്തെങ്കിലും ഒരു വാല്യൂ നമുക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ ആ വാല്യൂ നമുക്ക് ഈ ഏജ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ എന്താണോ വേരിയബിൾ കൊടുക്കുന്നത് ആ സ്ഥലത്തോട്ട് നമുക്ക് കൊണ്ടുവയ്ക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത്. ഇത് നമുക്ക് നമ്മളെ സ്റ്റേറ്റ്മെൻറ്റ്സിൽ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിലും എല്ലാത്തിനും നമുക്ക് ഇഷ്ടംപോലെ ഉപയോഗിക്കേണ്ടി വരുന്ന സാധനമാണ്. നമ്മളിത് പഠിച്ചു വയ്ക്കേണ്ട സാധനമാണിത്. സോ അടുത്ത നമുക്ക് നെക്സ്റ്റ് ലൈനായിട്ട് നമുക്ക് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കാണാം. ഇഫും അതിനായിട്ടുള്ള കണ്ടീഷൻ നമ്മൾ ഇതിൽ നമ്മൾ കണ്ടീഷൻ എന്ന് പറഞ്ഞിരുന്നു. ആ കണ്ടീഷൻ്റെ സ്ഥലത്താണ് നമ്മൾ ഈ സംഭവം എഴുതിയിരിക്കുന്നത്. ഏജ് നമ്മൾ ഇവിടെ എഴുതുന്ന ഈ ഏജും ഈസ് ഈക്വൽ ടു 18 എന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇവിടെ ഒരു ഏജ് കൊടുക്കും. ആ ഏജ് എനിക്ക് ഈ കണ്ടീഷൻ എല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് എനിക്ക് അത് കറക്റ്റ് ആണെങ്കിൽ
ഈ സംഭവം, ഈ പ്രിന്റിൽ കൊടുത്തിരിക്കുന്ന സംഭവം എനിക്ക് ഔട്ട്പുട്ടായിട്ട് എഴുതി കാണിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതിൽ ഞാൻ 18 വയസ്സാണെന്ന് ഞാൻ എൻ്റർ ദ ഏജിലെ സ്ഥലത്ത് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഏജ് ഇവിടെ ഈ 18 എന്ന് പറയുന്നത് ഈ ഏജിൻ്റെ സ്ഥലത്ത് വന്ന് നിൽക്കും. എന്നിട്ട് ആ ഏജ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 18 ഇവിടെ വരും. == 18 എന്ന് ഞാൻ ഇവിടെ പ്രോഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അപ്പുറത്തും ഇപ്പുറത്തുള്ള വാല്യൂസ് കറക്റ്റ് ആണോ എന്ന് നോക്കും ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെ ഇഫ് കണ്ടീഷൻ രണ്ട് സ്ഥലത്തും സെയിം ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്താണ് നമ്മൾ ഈ പ്രിന്റ് കൊടുത്തിരിക്കണം. ഈ പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് എന്താണോ, അല്ലെങ്കിൽ ഇവിടെ താഴോട്ട് ഇഷ്ടംപോലെ പ്രോഗ്രാം എഴുതാം. അവിടെ എന്താണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് അതെല്ലാം നമ്മൾക്ക് ഔട്ട്പുട്ടിൽ കാണിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വേറൊരു വാല്യൂ ആണ് കൊടുക്കുന്നതെങ്കിൽ ഈ പ്രോഗ്രാം അപ്പോൾ തന്നെ ക്യാൻസലായി ക്വിറ്റ് ആവും. ഈ പ്രോഗ്രാമിൽ നിന്ന് നമ്മൾ ക്വിറ്റ് ആവും. നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാം. അതിന് വേണ്ടിയിട്ട് റണ്ണ് എടുക്കുക. റണ്ണിൽ മോഡ്യൂൾ F5 അല്ലെങ്കിൽ റൺ മോഡ്യൂൾ കൊടുക്കണം. അപ്പം ഇവിടെ എൻ്റർ ദ ഏജ് എന്ന് പറഞ്ഞിട്ട് വന്ന് നിൽപ്പുണ്ട്. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും നമ്മുടെ ഏജ്, അല്ലെങ്കിൽ ഒരു നമ്പർ. ഈ നമ്പർ മാത്രമേ ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ, കാരണം ഇൻഡിജർ എന്നാണ്, ഇൻഡ് എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്പർ മാത്രമേ ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സ്ട്രിങ് ആണെങ്കിൽ നമുക്ക് ഏത് കാര്യങ്ങൾ വേണമെങ്കിലും ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ 18 കൊടുക്കുകയാണ്. 18 കൊടുക്കുമ്പോഴത്തേക്കും എനിക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ ഇഫ് കണ്ടീഷൻ നമ്മൾ നോക്കുന്നു. ഈ 18 കൊടുത്തു, ഇവിടെ 18 വരുന്നുണ്ടോ, ഇപ്പോൾ ഇവിടെ കണ്ടീഷൻ കൊടുത്തതിന് 18 ആണോ എന്ന് നോക്കുന്നു. എന്നിട്ട് അടുത്ത ആണെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് കൊടുത്തിരിക്കുന്നത് ദിസ് പേഴ്സൺ ഈസ് എലിജിബിൾ ടു വോട്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടും, ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഇതാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നത്. ഇനിയല്ല ഞാനിവിടെ 18 പോലെ ഞാൻ വേറൊരു നമ്പർ കൊടുത്തു എന്ന് വിചാരിക്കട്ടെ. 18 പോലെ ഞാനൊരു നമ്പർ കൊടുക്കുന്നു, 12 എന്ന നമ്പർ കൊടുത്തു. അപ്പോൾ ഇവിടെ പ്രോഗ്രാം ക്വിറ്റ് ആണ് ചെയ്തത്. ഇനി എനിക്കല്ല ഈ പ്രോഗ്രാം ക്വിറ്റ് ആവാതെ എനിക്ക് വേറെ എന്തെങ്കിലും ഇവിടെ കാണിക്കണം എന്നുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്കിവിടെ 12 18 താഴെയുള്ള നമ്പർ കൊടുക്കുമ്പോൾ എനിക്കിവിടെ നോട്ട് എലിജിബിൾ ടു വോട്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ എൽസ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. അതാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കേണ്ടത്, ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റിൽ ഇഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു കുറച്ച് ലൈൻസും, അതേപോലെ തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ 18 അല്ല എന്നുണ്ടെങ്കിൽ അതിനാണ് കുറഞ്ഞ നമ്പർ ആണെങ്കിൽ അവിടെ എൽസ് എന്ന് വെച്ചിട്ട് ആ ഏജ് പറഞ്ഞിട്ട് നമുക്ക് എൽസിൽ വരുന്ന എന്താണോ നമുക്ക് ഇപ്പം എലിജിബിൾ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ എലിജിബിൾ അല്ല എന്ന് പറഞ്ഞ് നമ്മൾ പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. ഇപ്പം ഇതിൽ എൽസ് സ്റ്റേറ്റ്മെൻറ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഞാൻ നേരത്തെ 12 പഠിച്ചപ്പം ഇവിടെ എക്സിറ്റ് ആവുകയാണ് ചെയ്തത്, കാരണം എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട്. ഇപ്രാവശ്യം ഞാൻ എൽസ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ഞാൻ 12 കൊടുക്കുകയാണ്. 18 താഴെ ഇരിക്കുന്നേ ഉള്ളൂ. നമ്മളിവിടെ കൊടുത്തിരിക്കണം ഇഫ് കണ്ടീഷനിൽ കൊടുത്തിരിക്കണം, അല്ലാതെ വേറൊരു വാല്യൂ ആവണം, അതായത് കുറഞ്ഞ ആവണം ഇവിടുത്തെ കേസിൽ. ഇവിടെ 18 കൊടുക്കുമ്പോൾ നമുക്ക് അടുത്ത ഔട്ട്പുട്ടായിട്ട് വരുന്നത് 12 കൊടുക്കുമ്പോൾ നമുക്ക് അടുത്ത ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് ദിസ് പേഴ്സൺ ഈസ് നോട്ട് എലിജിബിൾ ടു വോട്ട് എന്നാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് രീതിയിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് ഉദ്ദേശിച്ചത്. ഇങ്ങനെയാണ്, നമുക്കിപ്പം നേരത്തെ എഴുതുന്നതിൽ 18 എന്ന് മാത്രം ടൈപ്പ് ചെയ്താൽ മാത്രമേ ഇവിടെ പേഴ്സൺ ഈസ് എലിജിബിൾ ടു വോട്ട് എന്ന് കാണിക്കുള്ളൂ. അതിന് കൂടുതൽ നമ്പർ എഴുതിയാൽ നമുക്ക് ഇവിടെ ഈ ഇത് കാണിക്കില്ല, നേരെ എക്സിറ്റ് ആയിപ്പോൾ. അതുകൊണ്ട് അതും കൂടെ കാണിക്കാനായിട്ടാണ് ഈ ഓവർ കൂട്ടിയിട്ട് നമ്മൾ ചെയ്തത്. രണ്ട് കണ്ടീഷൻ കാണിക്കും, ഒരേ സമയത്ത് രണ്ട് കണ്ടീഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓവർ ഉപയോഗിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ. അപ്പം ഇവിടെ ഏജ് 18 ആയാലും ഇവിടെ ഏജ് ഗ്രേറ്റർ ദാൻ 18 ആയാലും നമുക്കിവിടെ ഈ ആൻസർ എഴുതി കാണിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇതിനാണ് 18-നേക്കാളും കുറവാണെങ്കിൽ നമുക്കിവിടെ നേരെ ഇതിലോട്ട് പോയി കാണിക്കും. അതാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഞാൻ 30 ഇട്ടാൽ എനിക്ക് ഇതിന് ആൻസർ കിട്ടും, സെയിം സംഭവം തന്നെ കിട്ടും. അതേസമയം ഞാൻ 12 കൊടുക്കുകയാണെങ്കിൽ ഇത് കിട്ടും. ഇങ്ങനെ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. സോ ഇനി അടുത്ത് നമുക്ക് ഇതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ തരാണ്. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് പറ്റിയില്ല, ഔട്ട്പുട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇപ്പം ചെയ്യുന്നതിനെ റെഫർ ചെയ്ത് നോക്കാം.
കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഔട്ട്പുട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇതുമായിട്ട് റെഫർ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റിയത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ ഞാൻ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ദ നമ്പർ ഈസ് ഈവൻ ഓർ ഓഡ്. അതായത് ഒരു നമ്പർ നമ്മൾ ഇൻപുട്ട് ചെയ്യണം. ആ നമ്പർ ഈവൻ നമ്പറാണോ ഓഡ് നമ്പറാണോ എന്നുള്ളത് നോക്കിയിട്ട് പ്രോഗ്രാം ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ടായിട്ട് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് എഴുതി കാണിക്കണം. ഈവൻ ആണെങ്കിൽ ദിസ് ഇസ് എ ഈവൻ നമ്പർ, അല്ലെങ്കിൽ ഓഡ് ആണെങ്കിൽ ദിസ് ഇസ് എ ഓഡ് നമ്പർ എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം എഴുതണം. വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി നോക്കണം. സോ ഞാൻ ഇവിടെ എൻ്റെ രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ആദ്യം ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം വിട്ടുപോയായിരുന്നു പറയാനായിട്ട്. ഇങ്ങനെ നമ്മൾ ഹാഷ് വെച്ച് നമ്മളൊരു ലൈനിൽ ഒരു കാര്യം എന്തെങ്കിലും ഒരു കാര്യം എഴുതുമ്പം അത് നമ്മൾ കമൻറ്റ് എന്നാണ് ഞാൻ പറയുന്നത്. ഹാഷ് ഇട്ട് എഴുതുന്ന എത്ര ഹാഷ് ഇട്ട് ലൈൻസ് എഴുതിയാലും അതിനെ കമൻറ്റ് എന്നാണ് പറയുന്നത്. ഈ സംഭവം നമ്മൾ പ്രോഗ്രാമിൽ ഔട്ട്പുട്ടിലോ ഒന്നിലും വരില്ല. പക്ഷേ നമുക്ക് ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് സൈഡിലൊക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാഷ് ഇട്ട് നമ്മൾ ചില ഇതിലൊക്കെ നമ്മൾ ടെക്സ്റ്റിലൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. അത് കമൻ്റായിട്ട് നമ്മൾ ഇട്ടേക്കാണ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു രീതിയിൽ നമ്മൾ ഇടുന്ന സംഭവമാണ് ഈ കമൻറ്റ് എന്ന് പറയുന്നത്. സോ എൻ്റെ ഔട്ട്പുട്ടിൽ ഞാൻ ഇങ്ങനെയാണ് കോഡിൽ ഞാൻ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം ഐ എന്ന് ഞാൻ വേരിയബിൾ കൊടുത്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കൊടുക്കുന്ന രീതിയിൽ ഇൻറ്റ് കൊടുത്ത് ഇൻപുട്ടിനകത്ത് എൻ്റർ നമ്പർ എന്ന് ഞാൻ കൊടുത്തു. എന്നിട്ട് ഞാൻ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഐ എന്ന ഇവിടെ ഞാൻ ഒരു നമ്പർ ഇൻപുട്ട് ചെയ്യുമ്പോൾ ആ നമ്പർ ഇവിടെ ഐൻ്റെ വാല്യൂ ആയിട്ട് വരും. ആ വാല്യൂ ഈ %2 നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ റിമൈൻഡർ കണ്ടുപിടിക്കാനാണ്. അതായത് നമ്മൾ ഇവിടെ %2 എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം ഇവിടെ ഈ ഐന് ഒരു നമ്പർ വരുന്ന %2 കൊടുക്കുമ്പോൾ എനിക്ക് 0 കിട്ടണം. 0 കിട്ടിയാൽ അത് ഒരു ഈവൻ നമ്പറായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാത്തതിന് എൽസിൽ നമുക്ക് ഓഡ് നമ്പറായിട്ട് കാണിക്കാൻ പറ്റും. എൽസിൽ നമ്മൾ വേറെ %3 അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ ചെയ്തിരുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സംഭവം ഇവിടെ നേരെ എക്സിക്യൂട്ട് ആയിക്കോളും. അതിനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇനി ഔട്ട്പുട്ട് നോക്കാം. ഞാൻ ഇനി ഇതിനെ റൺ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഞാൻ 2 എന്ന് വാല്യൂ കൊടുക്കുകയാണ്. ദിസ് നമ്പർ ഇസ് എൻ ഈവൻ നമ്പർ. ഇവിടെ 2/2 ചെയ്ത് അതിൻ്റെ റിമൈൻഡർ വന്ന് 0 ആണ്. അതുകൊണ്ട് നമുക്കിവിടെ ഈവൻ നമ്പറാണെന്ന് മനസ്സിലാക്കാൻ പറ്റി. ഇനി ഇതേപോലെ തന്നെ ഈവൻ നമ്പറാണെന്ന് നോക്കാനായിട്ട് ഇതൊന്നുകൂടെ റൺ ചെയ്തിട്ട് 3 നമ്പർ കൊടുക്കുകയാണ്. ദിസ് ഇസ് എൻ ഓഡ് നമ്പർ. ഇവിടെ കണ്ടീഷൻ ഇവിടെ 0 വരാത്തതുകൊണ്ട് നേരെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോകും. അവിടെ ദിസ് തന്നെ ഓഡ് നമ്പർ നമ്മൾ ജസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് എൽസ് കണ്ടീഷനിൽ. അത് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ തന്നെ ഔട്ട്പുട്ടായിട്ട് കാണിക്കും. ഇത്രയാണ് ഇതിൽ ചെയ്യാനുള്ളത്. സോ ഇഫ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇഫിനെ കുറിച്ച് പഠിച്ചു, ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ച് പഠിച്ചു. ഇനിയുള്ള 2 കണ്ടീഷൻസ് നമുക്ക് ഇനി വരുന്ന ക്ലാസ്സിൽ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് പഠിക്കാം. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും ലൈക്കും ചെയ്യാം. നിങ്ങൾ ഇതായിട്ടും കണ്ടുകൊണ്ടിരുന്നിട്ട് നിങ്ങൾ ഇതായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുവഴി നിങ്ങൾക്ക് പുതുതായിട്ട് വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് എല്ലാം കറക്റ്റായിട്ട് അപ്ഡേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എടുത്ത് കാണാൻ പറ്റും. സോ നമ്മൾ ഇന്ന് ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇത് വർക്കൗട്ട് ചെയ്യണം. നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഒരു പ്രോബ്ലം എടുത്തിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് എടുത്തിട്ട് ചെയ്ത് നോക്കണം. എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്ത് നോക്കണം. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റും. സോ താങ്ക് യു.